വെൽക്കം ടു ആർട്സോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കണ്ടില്ലേ, ക്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കോൺഫ്ലവർ ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ മെഷറിംഗ് കപ്പ് ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ചെറിയ ബൗളിലാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ല എന്നുണ്ടെങ്കിൽ മൈദ എടുത്താലും മതിയാവും കേട്ടോ. സെയിം ബൗളിൽ കോൺഫ്ലവർ എടുത്ത അതേ അളവിൽ ഞാൻ ഫെവിക്കോൾ കൂടി എടുത്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. കൂടാതെ ഞാൻ 2 സ്പൂൺ കുക്കിംഗ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ ക്ലേക്ക് സ്പെസിഫിക് കളർ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അക്രലിക് കളർ ഏതെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഒട്ടും കട്ട പിടിക്കാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതിനുവേണ്ടി ഞാൻ സ്റ്റൗവിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഡ്രൈ ആയി വരുന്നതാണ്. അതുകൊണ്ട് കൈ എടുക്കാതെ തന്നെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ പാനിൽ നിന്ന് നന്നായി വിട്ടു പോരുന്നത് വരെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ ലോ ഫ്ലെയിമിലാണ് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഇതാ പാനിൽ നിന്ന് വിട്ടു പോകുന്ന പാൻ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ഈ മിക്സിങ്ങിലാണ് കേട്ടോ ക്ലേ നല്ല സോഫ്റ്റ് ആവുന്നത്. അപ്പൊ കുറച്ച് അധിക സമയം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചെറിയ രീതിയിലൊന്ന് ഒട്ടിപ്പിടിക്കുന്നത് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് ഓയിൽ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ എയർ ഡ്രൈ ക്ലേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഇതുപോലെ ക്ലേ ചെയ്തെടുക്കാൻ പറ്റുമ്പോൾ കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ അല്ലേ? അപ്പോൾ അതാ നമ്മുടെ ക്ലേ ഞാൻ നന്നായിട്ടൊന്ന് ഒടിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇത് ഒട്ടും ബ്രേക്ക് ആവുന്നില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ക്ലേ ഇതുപോലെ ഒന്ന് ഒടിച്ചു കൊടുക്കുകയാണെങ്കിൽ സ്ക്രാച്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലേ ഇതുപോലെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നൂല് പോലെ വരുന്നുണ്ടെങ്കിൽ നമ്മളെ ക്ലേ പെർഫെക്റ്റ് ആയി. ഇനി നമുക്ക് ഈ ക്ലേ എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് നോക്കാം. ആദ്യം ഈ ക്ലേന്റെ മുകളിലേക്ക് ഓയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലോഷനോ ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കണ്ടെയ്നറിലിട്ട് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കിതൊരു 3-4 മാസം വരെ ഉപയോഗിക്കാവുന്നതാണ്. വളരെ കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്ലേ ആണ്. നമുക്കിത് വെച്ചിട്ട് റോസ് ഫ്ലവർ ഒന്ന് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. കൂടാതെ ഒരു സ്മൈലി എങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോയുമായി വീണ്ടും കാണാം.